സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മറ്റൊരു പൊന്നോണം കൂടി കടന്നുപോയി. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കുകളൊഴിഞ്ഞ് ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിച്ചു. അത്തം മുതൽ ചതയം വരെ നീളുന്ന ഓണാഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായിരുന്നു തിരുവോണം. കേരളത്തിന് പുറമെ വിദേശ മലയാളികളും ആർപ്പും ആരവവുമായി ഓണത്തെ വരവേറ്റു. ഓണക്കോടി അണിഞ്ഞും ഓണത്തപ്പനെ വരവേറ്റും തിരുവോണ സദ്യ ഒരുക്കിയും വീടുകൾ ആഘോഷത്തിമിർപ്പിലായി. പൂവിളിയും പൂക്കളവും പുത്തനുടുപ്പും സദ്യവട്ടവും മാത്രമല്ല മലയാളിക്ക് ഓണം. ഒരുമയുടെയും സ്നേഹത്തിന്റെയും ആഘോഷം കൂടിയാണത്. കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന ദിനത്തിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് മലയാളികൾ സ്വന്തം നാടുകളിലേക്കും വീടുകളിലേക്കും എത്തി. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന പഴമൊഴി ഓണത്തിന്റെ ആഘോഷ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഒരു ദിവസത്തെ ആഘോഷത്തിനപ്പുറം ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ സാഫല്യവും വരും വർഷത്തേക്കുള്ള ഓർമ്മകളും പ്രതീക്ഷകളും ചേർത്തുവെക്കുന്ന ദിനം കൂടിയായിരുന്നു തിരുവോണം. വീടുകളിലും നാട്ടിലും ജോലിസ്ഥലങ്ങളിലും നാട്ടിനു പുറത്തെ ക്ലബ്ബുകളിലുമെല്ലാം ഓണാഘോഷ പരിപാടികൾ സജീവമായി. തിരുവോണ നാളിലാണ് മഹാബലി തമ്പുരാൻ പാതാളത്തിൽ നിന്ന് കേരളത്തിലെത്തുന്നതെന്നാണ് ഐതിഹ്യം. വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയായ ഓണം പന്നമാസത്തിന്റെ വറുതിയിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള ചുവടുവെപ്പിന്റെ ഓർമ്മ കൂടിയാണ്. പാടത്ത് വിളഞ്ഞു നിന്ന നെല്ല് കൊയ്തെടുത്തിരുന്ന പഴയ ഓണക്കാലം ഇന്ന് മലയാളിക്ക് ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മയാണ്. ആ ഓർമ്മകളും സ്നേഹവും ഒരുമയും പങ്കുവെച്ച് മലയാളി വീണ്ടും പൊന്നോണത്തെ ആഘോഷപൂർവ്വം വരവേറ്റു.